വി.എസ്. അച്യുതാനന്ദൻ പോരാട്ടത്തിന്റെ പ്രതിരൂപം. കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇതിഹാസമായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. കേവലമൊരു നേതാവ് എന്നിലുപരി സാധാരണക്കാരുടെ ശബ്ദവും അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രതീകവുമായിരുന്നു അദ്ദേഹം. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിരുന്നു. ഈ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നത്. ഒരു തൊഴിലാളിയായി ജീവിതമാരംഭിച്ച വി.എസ്. കയർ ഫാക്ടറിയിലെ അനുഭവങ്ങളിലൂടെയാണ് തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളെ അടുത്തറിയുന്നത്. ഈ തിരിച്ചറിവാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചത്. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിലെ സജീവ സാന്നിധ്യമായി. അടിയന്തരാവസ്ഥ കാലത്തും നിരവധി തവണ ജയിലിൽ കിടന്നപ്പോഴും അദ്ദേഹത്തിന്റെ പോരാട്ടവീര്യം ഒട്ടും ചോർന്നുപോയില്ല. വി.എസ്. അച്യുതാനന്ദൻ എന്ന വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ വേറിട്ടു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അചഞ്ചലമായ നിലപാടുകൾ കൊണ്ടാണ്. പാർട്ടിക്ക് അകത്തും പുറത്തും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചുനിന്നു. ജനകീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട അദ്ദേഹം മതികെട്ടാഭൂമി കയ്യേറ്റം, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ തുടങ്ങിയവയിൽ നിർണായക ഇടപെടലുകൾ നടത്തി. ലാളിത്യം നിറഞ്ഞ ജീവിതശൈലിയും അഴിമതിക്കെതിരായ ശക്തമായ നിലപാടുകളും അദ്ദേഹത്തെ ജനപ്രിയനാക്കി. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കേരള നിയമസഭയിൽ നിരവധി തവണ അംഗമായിരുന്ന അദ്ദേഹം 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഈ ഭരണകാലത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. 15 വർഷത്തോളം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ഒരു വലിയ വിടവ് അവശേഷിപ്പിച്ചുകൊണ്ട് വി.എസ്. അച്യുതാനന്ദൻ 2025 ജൂലൈ 21 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ പോരാട്ടവീര്യവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും കേരള ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും.